ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കുറേ വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കൊറോണ സമയത്ത് ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു സോപ്പ് മാത്രം വെച്ചാണ് ഈ ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 2 ബോട്ടിലോളം നമുക്ക് കിട്ടും, 2 ലിറ്ററോളം കിട്ടും. നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കട്ടിയുള്ള സോപ്പാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് ലക്സ്, സന്തൂർ അതുപോലത്തെ സോപ്പുകളാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഗ്ലിസറിൻ ഇല്ലാതെ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്. അതായത് നമ്മുടെ ചില വീഡിയോസിലൊക്കെ അവർ പറയുന്നുണ്ട് ഗ്ലിസറിൻ ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ നമ്മൾ അത് നോക്കുന്നുണ്ട്, എങ്ങനെയാണ് ഗ്ലിസറിൻ ഇല്ലാതെ ചെയ്താൽ സക്സസ് ആവോ ഇല്ലേ എന്നെല്ലാം നമ്മൾ ട്രൂ ആയിട്ട് നിങ്ങളുടെ മുമ്പേ കാണിച്ചു തരുന്നതാണ്. കൂടുതൽ പറഞ്ഞ സമയങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബൗളിൽ നമ്മൾ ഈ സോപ്പ് ചെറുതായിട്ട് ഈ ചിരണ്ടി ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സോപ്പിൻ്റെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വെജിറ്റബിൾ സ്ക്രാപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ചുരണ്ടി ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചുരണ്ടുന്ന കാര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വെള്ളത്തിൽ അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുരണ്ടുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയതാണ്. അപ്പോൾ ഞാൻ അത് എടുത്ത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഒടിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചിരവയാണ് എടുക്കുന്നത്. നമ്മുടെ തേങ്ങയൊക്കെ ചിരണ്ടണം. പക്ഷേ അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ചിരവ എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ആ സോപ്പിൻ്റെ ആ ഒരു മണം പോവില്ല. പിന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു സോപ്പാണ് എടുത്തിരിക്കുന്നത്. 14 ഗ്രാമിൽ നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ കണക്കെന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ലക്സിൽ നിന്ന് കുറച്ചും കൂടെ കട്ട് ചെയ്തിടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് നല്ല ചുരണ്ടി എടുക്കുക, ചെറിയ ചെറിയ തരികളായിട്ട് എടുക്കുക. അപ്പം നമ്മളിവിടെ മൊത്തം സോപ്പും ചെറിയ തരികളായിട്ട് ചിരണ്ടി എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിൽ നമ്മളൊരു 2 ലിറ്റർ വെള്ളം എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ 1 ലിറ്ററിൻ്റെ ഓരോ ബോട്ടിൽ അളന്നെടുക്കുകയാണ്. അപ്പോൾ 2 ലിറ്റർ നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, ഒരു കുപ്പി വെള്ളം ഒഴിച്ച് ഇനി ഒരു കുപ്പിയും കൂടെ ഒഴിച്ചാൽ മതി. നമ്മളിപ്പോൾ 2 ലിറ്റർ വെള്ളം മൊത്തം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത് തിളയ്ക്കുന്നവരെ ഒന്ന് കാത്തിരിക്കുക ഈ വെള്ളം. അതിനുശേഷം നമ്മുടെ ആ സോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വെള്ളം ഇപ്പോൾ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ സോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതായത് സോപ്പ് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് വെച്ച സോപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ മൊത്തം ഇടയാണ്. നമ്മൾ മൊത്തം ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ സോപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ഈ സോപ്പ് അടിയിൽ പിടിക്കാതെ ഈ സോപ്പ് മൊത്തം ഈ വെള്ളത്തിൽ അലിയുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇളക്കേണ്ടതാണ്. സോപ്പ് അടിയിൽ പിടിക്കാൻ പാടില്ല. ഓക്കെ, നമ്മുടെ സോപ്പെല്ലാം അലിഞ്ഞ് സെറ്റായി കഴിഞ്ഞ് ഇനി നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം. അപ്പം നമ്മളിവിടെ 10 മണിക്കൂറാണ് തണുപ്പിക്കാൻ വെക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഗ്ലിസറിൻ ഒഴിക്കാതെയാണ് ചെയ്തത്. അപ്പോൾ ഗ്ലിസറിൻ ഒഴിക്കാതെ ചെയ്തപ്പോൾ നമ്മുടെ സോപ്പ് ആകെ പാളിപ്പോയി, അത് കട്ടിയായില്ല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചതിന് ശേഷം നമ്മൾ 1 ദിവസം വെച്ചു. 10 മണിക്കൂറല്ല, 1 ദിവസം വെച്ചു. അപ്പോഴത്തേക്കും നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്, നല്ലൊരു ജെല്ലി രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഗ്ലിസറിൻ ഒഴിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് പാളിപ്പോവും. അപ്പോൾ 10 മണിക്കൂർ നിങ്ങൾ വെക്കരുത്, 1 ദിവസം തന്നെ വെച്ചേക്കുക, എന്നാലേ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊരു ജെല്ലി രൂപത്തിൽ നല്ല ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത മിക്സി ആണെങ്കിൽ അത്രയും നല്ലത്, ജാറ് യൂസ് ചെയ്യാത്തതാണെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിക്കാം. മിക്സിയിലിട്ട് അടിക്കുന്ന പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇളക്കിയാലും മതി. നമ്മൾ നല്ല സെറ്റായിട്ട് ഓക്കെ, നമ്മളപ്പോൾ സെറ്റായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഈ ഒരു ഫോമിലാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ റിയൽ ഹാൻഡ് വാഷിൻ്റെ ആ ഒരു ഫോമിലാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മൾ ഈ ഒരു ഇതിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഒരു കട്ടിയും ഉണ്ട് നമ്മുടെ ഹാൻഡ് വാഷിന്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കുപ്പികളിലായിട്ട് നിറച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഓരോ കുപ്പികളിൽ 2 കുപ്പിയിലായിട്ട് നിറച്ചു കൊടുക്കുകയാണ്. നമുക്കിവിടെ 2 കുപ്പി ഹാൻഡ് വാഷ് കിട്ടിയോളൂ. ഏകദേശം ഒരു 1600 ml കിട്ടി. ബാക്കി എല്ലാം ചൂടാക്കും തോറും പൊക്കോണ്ടിരിക്കും.
ചൂടാക്കുന്ന എല്ലാം നീരാവിയായിട്ട് നമ്മുടെ വെള്ളം പോകും. അതുകൊണ്ടാണ് 1600 ml നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു കാണും. അപ്പം നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നിറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു 600, 1.5 ലിറ്റർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ, ഇതൊരു 600 ml ബോട്ടിലും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഈ തിളപ്പിക്കുമ്പം അത് ആവിയായിട്ട് പോകും. അങ്ങനെയാണ് കുറച്ച് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ സോപ്പ് നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ തരികളാക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുക. ഒരു 2 ലിറ്റർ വെള്ളം, അതായത് 114 ഗ്രാം സോപ്പിന് 2 ലിറ്റർ വെള്ളമാണ്. ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്തില്ല. ഗ്ലിസറിൻ യൂസ് ചെയ്യാതിരുന്നപ്പോൾ ഏകദേശം നമ്മൾ 2 ദിവസത്തോളം വെച്ചു. ഓരോ വീഡിയോസിൽ 10 മണിക്കൂറേ പറയുന്നുള്ളൂ, പക്ഷെ നമ്മൾ 2 ദിവസത്തോളം വെച്ചു. എന്നിട്ട് ഒരു കട്ടിയാവാതെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചപ്പോൾ ഇത് കറക്റ്റായി നന്നായിട്ട് വന്നു, നല്ല കട്ടിയായിട്ട് വന്നു. അത് ഒരു ദിവസം എടുത്തു. 10 മണിക്കൂറല്ല, നിങ്ങൾ ഒരു ദിവസം വയ്ക്കണം ഈ ഗ്ലിസറിൻ ഒഴിച്ചിട്ട്. ഒരു ദിവസം വയ്ക്കുമ്പോൾ നല്ലൊരു സെറ്റായിട്ട് ഒരു ജെല്ലി രൂപത്തിൽ വരും. എന്നിട്ട് നമ്മളിത് ഒന്നെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ട് നല്ല അരച്ചെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പോൾ മിക്സിയിലിപ്പം അരയ്ക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാത്ത ജാർ എടുക്കുന്നതിന് നല്ലത്. കാരണം ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ ഒരു മണം അതിൽ നിന്ന് പോവില്ല, പാടാണ്. മിക്സിയിലിട്ട് അടിച്ച് നല്ല സെറ്റാക്കി എടുക്കേണ്ടതാണ്. എനിക്കത് 10 മണിക്കൂറിൽ കിട്ടിയില്ല. അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ എനിക്കത് 10 മണിക്കൂറിൽ കിട്ടിയില്ല. ഒരു ദിവസം എനിക്ക് വേണ്ടി വന്നു നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാതെ. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഇതാണ്ട് ഇവിടെ സെറ്റായിട്ടിട്ടുണ്ട്. സാധാരണ നമ്മളൊരു 300 ml ഹാൻഡ് വാഷ് വാങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 70 രൂപയാവും. ഇതാകുമ്പോൾ ഒരു സോപ്പിൽ ഒരു 35 രൂപയുടെ ഒരു സോപ്പും ഒരു 16 രൂപയുടെ ഗ്ലിസറിനിൽ നിന്നാണ് നമ്മളിത് ഇത്ര ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ കഴുകുന്നതൊന്ന് നോക്കി നോക്കാം. നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നത് കുറേ ആളുകൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തായതുകൊണ്ടാണ് ഞാനും ഇട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചുമ്മാ വീട്ടിൽ ഇരിക്കുകയല്ലോ, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.